വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ് നീർദോശ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നീർദോശ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. നീർദോശയ്ക്ക് നമുക്ക് വേണ്ടത് അരി, പച്ചരി നമ്മൾ ഉപയോഗിക്കും. പച്ചരി, സോനാ മസൂരി, പൊന്നിയരി, ഏത് അരി ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സോനാ മസൂരി അരിയാണ്. കൂടാതെ കുറച്ച് തേങ്ങ, കുറച്ച് ഉപ്പ്, വെള്ളം, ഇത്ര സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. എളുപ്പത്തിലുണ്ടാക്കാം. നമ്മൾ സാധാരണ ദോശ പോലെ ഫെർമെൻറ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കത്തില്ല. അപ്പം തന്നെ അരച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കാവുന്നതാണ് നീർദോശ. അപ്പം ഇത് കർണാടകയിലൊക്കെ വളരെ പോപ്പുലറാണ് നീർദോശ. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചട്നിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാറുണ്ട്. ഉച്ചയ്ക്ക് വേണമെങ്കിലും നീർദോശ മട്ടൻ കറിയുടെ കൂടെയൊക്കെ വളരെ പോപ്പുലറാണ് അവിടെ കർണാടകയിൽ. അപ്പോൾ ഇന്ന് ഈ നീർദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ചെയ്തേക്കുന്നത് അരി, പച്ചരി അല്ലെങ്കിൽ സോനാ മസൂരി അരി ഒരു 5 മണിക്കൂർ കുതിർത്ത് വെക്കുക. കുതിർത്ത ശേഷം വെള്ളം കളഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു മിക്സി ജാറിലേക്ക് ഈ 1 കപ്പ് അരി ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർക്കാം. 1/2 കപ്പ് തേങ്ങ, തേങ്ങ ഇല്ലാണ്ടേയും നീർദോശ ഉണ്ടാക്കും. അരിയും വെള്ളവും മാത്രം ചേർത്ത്, ഉപ്പും ചേർത്ത് മാത്രം ഉണ്ടാക്കാറുണ്ട്. തേങ്ങ ഇടുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റിയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അപ്പം ഞാൻ കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളൂ. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ഈ സൈഡ്സ് എല്ലാം വടിച്ച ശേഷം വീണ്ടും ഒന്നുകൂടെ അരയ്ക്കണം. നന്നായിട്ട് അരഞ്ഞിട്ടില്ല, തരിയുണ്ട് നന്നായിട്ട്. 1/2 കപ്പ് വെള്ളം ചേർത്തു. ഈ അരച്ച മിക്സ്ചർ ഇതിനകത്തേക്ക് ഒഴിക്കാം. ഈ മിക്സി ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കാം. ഞാൻ ഒരു 1.5 കപ്പോളം വെള്ളം ചേർത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് ഉള്ളിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ അരച്ചതും കൂടെ കൂട്ടി നമ്മൾ 3 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഉപ്പ് ടേസ്റ്റ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഈ നീർദോശ പേര് പോലെ അല്ല, നീരെന്ന് വെച്ചാൽ വെള്ളമാണ്. നന്നായിട്ട് വെള്ളം നീട്ടിയെടുത്തിട്ടാണ് നമ്മൾ ഈ ദോശ ഉണ്ടാക്കുന്നത്. സാധാരണ ഒരു ദോശയുടെ അയവിലല്ല, ഒത്തിരി നീട്ടിയാണ് എടുക്കുക. നമ്മൾ ഈ ഒരു അയവിലാണ് നീർദോശയ്ക്ക് എടുത്തേക്കുന്നത്. 1 കപ്പിന് ഏകദേശം 3 കപ്പോളം വെള്ളം ചേർത്തു. നമുക്ക് ഉണ്ടാക്കുമ്പോൾ അറിയാം, ഇച്ചിരി അയവ് വേണമെങ്കിലും കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാം. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിത് ഒഴിക്കാം. ഒഴിക്കുമ്പോൾ എപ്പോഴും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വേണം ഓരോ പ്രാവശ്യം ഒഴിക്കാനായിട്ട്. ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്യുക. നീർദോശയ്ക്ക് ഇത്രയേ ഉള്ളൂ. കളർ ചേഞ്ച് ഒന്നും ഇല്ല. ഇതേപോലെ ആയി കഴിയുമ്പോൾ ഫോൾഡ് ചെയ്യുക. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാം. ലൈറ്റായിട്ടൊന്ന് ഓയിൽ തൂക്കുകയാണ്. നീർദോശ ഉണ്ടാക്കുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ കല്ല് നന്നായിട്ട് ചൂടായിരിക്കണം, പാൻ നന്നായിട്ട് ചൂടായിരിക്കണം. ഇതേപോലെ ഒന്ന് സെറ്റാകുമ്പോൾ ഫോൾഡ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക.
ഈ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം. ഇതുപോലെ നെറ്റ് പോലെ വരും. അപ്പോൾ എപ്പോഴും കട്ടി നമ്മൾ ഒഴിക്കുമ്പോൾ ഇച്ചിരി കട്ടി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ആ മാവിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നീർദോശയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്തത്. ടെക്സ്ചർ കണ്ടോ, നല്ല പഞ്ഞി പോലെ ഇരിക്കും. ഇത് നോൺ വെജ് ഗ്രേവീസിലൂടെ, മട്ടൺ കറി അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. കൂടാതെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സെർവ് ചെയ്യുന്നെങ്കിൽ ചട്നിയുടെ കൂടെ, സാമ്പാറിൻ്റെ കൂടെയൊക്കെ, ടൊമാറ്റോ ചട്നിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എപ്പോഴും നീർദോശ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പാനിൻ്റെ ചൂടാണ്. നല്ല ചൂടായിട്ട് ഇരിക്കുമ്പോൾ വേണം നമ്മൾ പാനിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് ആ ലേസ് ടെക്സ്ചർ കിട്ടുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.